ഹായ്, ഇത് ഞങ്ങളുടെ മലേഷ്യൻ ട്രിപ്പിൻ്റെ വീഡിയോ ആണ്. എൻ്റെ ആദ്യത്തെ ഇൻ്റർനാഷണൽ ട്രിപ്പ്, ഞങ്ങളുടെ കല്യാണം കഴിഞ്ഞിട്ടുള്ള ആദ്യത്തെ ട്രിപ്പാണ്. ഫ്ലൈറ്റിൽ ഞാൻ ഫസ്റ്റ് ടൈമാണ് കയറുന്നത്. അതിൻ്റെ എല്ലാ എക്സൈറ്റ്മെൻറ്റും എനിക്കുണ്ട്. അങ്ങനെ നീണ്ട 4 മണിക്കൂറത്തെ ട്രാവലിന് ശേഷം ഞങ്ങൾ കോലാലംപൂരിലെത്തി. ഇവിടെ കാണാൻ നമ്മുടെ നാട്ടിലെ പോലെ തന്നെയുണ്ട്. എന്നാൽ വ്യത്യസ്തമാക്കുന്നത് അവിടുത്തെ റോഡുകളാണ്. വളരെ വീതിയുള്ളതും നല്ല വൃത്തിയുള്ള റോഡുകളാണ് അവിടുത്തെ. അന്നത്തെ ദിവസം പകൽ ഞങ്ങൾ പിന്നെ എങ്ങും പോയില്ല. ഹോട്ടൽ റൂമിലെ ചെക്കിൻ കഴിഞ്ഞ് റെസ്റ്റൊക്കെ എടുത്തിട്ട് ഈവനിങ് ആണ് ഞങ്ങൾ പുറത്തേക്ക് ഇറങ്ങിയത്. ജലനാലൂർ ഫുഡ് സ്ട്രീറ്റിലാണ് ഞങ്ങൾ ആദ്യം വന്നത്. ഒരു എൻ്റെ കാണാൻ പറ്റാത്ത അത്ര വലുപ്പത്തിലുള്ള സ്ട്രീറ്റായിരുന്നു അത്. സ്ട്രീറ്റിൻ്റെ സ്റ്റാർട്ടിങ്ങിൽ തന്നെ ഒരുപാട് വെറൈറ്റി കട്ട് ഫ്രൂട്ട്സും ഫ്രൂട്ട് ജ്യൂസസും ഒക്കെ ഇരിപ്പുണ്ടായിരുന്നു. അവിടുത്തെ ക്ലൈമറ്റ് നല്ല ചൂടായത് കാരണം ഞങ്ങൾ കുറേ ജ്യൂസസും ഫ്രൂട്ട്സും ഒക്കെ വാങ്ങിച്ച് കഴിച്ചു. ഈ ഫുഡ് സ്ട്രീറ്റിലൂടെ നടന്നിട്ടുണ്ടെങ്കിൽ നമ്മുടെ ഫുഡ് സ്ട്രീറ്റ് ഓർമ്മ വരും. നമ്മുടെ നാട്ടിലെ ഡൽഹിയിലെ മുംബൈയിലെയൊക്കെ ഫുഡ് സ്ട്രീറ്റുമായിട്ട് ഇത് കമ്പയർ ചെയ്യാൻ പോലും പറ്റില്ല. കുക്ക് ചെയ്തതിൻ്റെ വേസ്റ്റോ ഭക്ഷണം കഴിച്ചതിൻ്റെ വേസ്റ്റോ ഒന്നും അവിടെ കാണാൻ കഴിയില്ല. അവിടുത്തെ വെറൈറ്റി ആയിട്ടുള്ള ഫുഡ് കഴിക്കാൻ വേണ്ടി ഗൂഗിൾ ചെയ്ത് ലാസ്റ്റാണ് ഒരു ഓപ്ഷനിലെത്തിയത്. ഇവിടെ ഇരിക്കുന്ന ഈ ഐറ്റംസ് ഒക്കെ കണ്ടിട്ട് എന്താണെന്ന് പോലും ഞങ്ങൾക്ക് മനസ്സിലാവുന്നില്ലായിരുന്നു. ഗൂഗിൾ ഇമേജ് വെച്ച് സ്കാൻ ചെയ്ത് നോക്കിയാൽ ഇതൊക്കെ എന്താണെന്ന് പോലും മനസ്സിലാക്കിയത്. ഫൈനലി ഞങ്ങൾ ഓർഡർ ചെയ്ത സാധനം എത്തി. ഒക്ടോപ്പസും പീനട്ട് സോസും ഒക്കെ ഇട്ട ഒരു ഐറ്റം. കണ്ടിട്ട് നല്ല സ്പൈസി ആണെന്ന് തോന്നില്ലേ? എന്നാൽ തെറ്റി. ഇതൊട്ടും സ്പൈസി അല്ലായിരുന്നു, നല്ല സ്വീറ്റ് ആയിരുന്നു. അവിടുത്തെ എല്ലാ ഐറ്റംസും അങ്ങനെ തന്നെ, കണ്ടാൽ സ്പൈസിയും തോന്നും, പക്ഷേ സ്വീറ്റാണ്. ഇത് മാത്രമല്ല, വേറെ കുറേ ഫുഡ്സൊക്കെ ഞങ്ങൾ ട്രൈ ചെയ്ത്, പക്ഷേ അതിൻ്റെ വീഡിയോസ് ഒന്നും എൻ്റെ കിടപ്പില്ല, എല്ലാം മിസ്സായിപ്പോയി. ഫുഡിങ് എല്ലാം കഴിഞ്ഞപ്പോൾ നല്ല ലേറ്റായി. ഞങ്ങൾ പിന്നെ നേരെ പോയത് റൂമിലോട്ടാണ്. നെക്സ്റ്റ് ഡേ വിസിറ്റ് ബാറ്റു കേവും ജെൻറ്റിങ് ഹൈലൻഡും ആയിരുന്നു. ബാറ്റു കേവിലേക്ക് പോകാൻ ഞങ്ങൾ രാവിലെ തന്നെ ഇറങ്ങി. നമ്മുടെ നാട്ടിലെ പോലെ ഓടിട്ട് നല്ല ഭംഗിയുള്ള വീടുകൾ കാണാമായിരുന്നു. ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ നാട്ടിൽ കൂടെ പോകുന്ന പോലെ തന്നെയായിരുന്നു തോന്നുന്നത്. ബാറ്റു കേവ് ചില ഫോട്ടോസിലും വീഡിയോസിലും ഒക്കെ കണ്ടിട്ടുള്ളത് കാരണം എൻ്റെ മനസ്സിൽ ഒരു 272 സ്റ്റെപ്സാണ് നമുക്ക് അവിടെ എത്തിച്ചേരാൻ വേണ്ടിയുള്ളത്. സ്റ്റെപ്പ് അല്ലാതെ വേറെ ഒരു വേയും. ഇതിനു മുന്നേ ഞാൻ പോയിട്ടുള്ള ഒരേ ഒരു കേവ് എടയ്ക്കൽ കേവാണ്. അവിടെ ചെന്ന് കയറുന്ന അത്ര പാടൊന്നും ബാറ്റു കേവിൽ ചെല്ലാനില്ല. സ്റ്റെപ്പ് കയറി ഫൈനലി അവിടെ എത്തിക്കഴിഞ്ഞപ്പോഴാണ് മനസ്സിലായത് ഇത് പളനിയല്ല, ഇതൊരു ഗുണ കേവാണെന്ന്. ഏകദേശം 400 വർഷത്തെ പഴക്കമുണ്ട് ഈ ബാറ്റു കേവിന്. കേവിനകത്തെല്ലാം നല്ല തണുപ്പുണ്ടായിരുന്നു, എന്നാൽ ഇതിന് പുറത്തോട്ട് ഇറങ്ങിക്കഴിഞ്ഞാൽ നല്ല ചൂട്. കേവിൻ്റെ മുകളിലായി അവിടെ ഇവിടെയൊക്കെ ഓപ്പണിംഗ് ഉണ്ട്. അവിടെ കൂടെ ധാരാളം നാച്ചുറൽ ലൈറ്റ്സും കേവിലേക്ക് വരുന്നുണ്ട്. കേവിന് താഴെ നല്ല തിരക്കാണെങ്കിലും മുകളിലോട്ട് കയറി വരുന്ന ആൾക്കാരുടെ എണ്ണം വളരെ കുറവാണ്. ഇത്രയും സ്റ്റെപ്പ് കയറി വരുന്നതിൻ്റെ ബുദ്ധിമുട്ട് കൊണ്ടാവാം. ബാറ്റു കേവിലെ കാഴ്ചകൾക്ക് ശേഷം ഞങ്ങൾ പോയത് ജെൻറ്റിങ് ഹൈലൻഡ് കാണാനാണ്. അത്രയും സ്റ്റെപ്പ് കയറി ഇറങ്ങിയതിൻ്റെ ക്ഷീണം കാരണം ഞാൻ വണ്ടിയിൽ കയറിയപ്പോൾ തന്നെ ഉറങ്ങിപ്പോയി. ഇനി ഞാൻ ഉറങ്ങട്ടെ. ജെൻറ്റിങ് ഹൈലൻഡിലെ വിശേഷമായിട്ട് നമുക്ക് പാർട്ട് 2 കാണാം. ബൈ.